നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും വി വി മാത്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 6th സ്റ്റാൻഡേർഡിലെ ഡെസിമൽ ഫോംസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഈ ചാപ്റ്ററിന്റെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പ്ലേസ് വാല്യൂവിനെ കുറിച്ചാണ്. അത് പ്ലേസ് വാല്യൂ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. അപ്പോൾ അതിന് ബേസ് ചെയ്തിട്ട് ഡെസിമൽ നമ്പേഴ്സിനെ പ്ലേസ് വാല്യൂ അനുസരിച്ച് എങ്ങനെയാണ് ഓർഡർ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം പ്ലേസ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ് എക്സെട്ര അങ്ങനെ വരുന്നു. അതുപോലെ തന്നെ 1th, 10th, 100th എന്ന് പറഞ്ഞിട്ട് അങ്ങനെയും പോകുന്നു അല്ലെ. നമ്മളെപ്പോഴും ഡെസിമൽ പോയിന്റ് വരുന്നതിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ് ഓൾ നമ്പേഴ്സ് ആണ് വരുന്നത്. റൈറ്റ് സൈഡിലേക്ക് വരുന്നത് 10th, 100th എന്ന് പറഞ്ഞിട്ടും വരുന്നു അല്ലെ. നമ്മൾ പഠിച്ച കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ടേബിൾ ഉണ്ട്, അത് പ്ലേസ് വാല്യൂ ആണ്. പ്ലേസ് വാല്യൂ ടേബിൾ നമ്മളിങ്ങനെ വരച്ചിട്ടുണ്ട്. ഇവിടെ ഈ റോയിൽ വരുന്ന പ്ലേസ് വാല്യൂ ആണ്, അതായത് 100, ടെൻസ്, വൺസ് ഇങ്ങനെ വരുന്നു. പിന്നെ 1/10, 1/100, 1/1000 എന്ന് പറഞ്ഞിട്ട് വരുന്നു. ഇവിടെ നമ്മൾ അതിന്റെ ഡിജിറ്റ് ആണ്. അപ്പൊ ആദ്യം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 247.39 എന്ന ഡെസിമൽ നമ്പറിനെ അതിന്റെ പ്ലേസ് വാല്യൂ അനുസരിച്ച് എങ്ങനെയാണ് ഓർഡർ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ് പ്ലേസ് വാല്യൂ അനുസരിച്ച് ഒരു ഡെസിമൽ നമ്പറിനെ എഴുതുക എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കൂട്ടുകാര് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതിന് തൊട്ട് മുമ്പുള്ള ക്ലാസ് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ആ സംശയം തീർക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് 247.39 എന്ന് പറയുന്ന ഈ ഡെസിമൽ നമ്പറിൽ, ഇത് പോയിന്റ് വരുന്നതിനെ കൊണ്ട് ഡെസിമൽ നമ്പറാണ്. ഈ ഡെസിമൽ നമ്പറിൽ എത്ര ഹൺഡ്രഡ്സ് വരുന്നത്, എത്ര ടെൻസ് വരുന്നു, എത്ര വൺസ് വരുന്നു, എത്ര 1/10, 1/100, 1/1000 ഇതിനെയൊക്കെ നമ്മൾ എഴുതുകയാണ് വേണ്ടത്. അപ്പൊ നമുക്കറിയാം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പോയിന്റ് വരുന്നത് 247.39 ആണ്. അപ്പൊ ഇതിനകത്ത് നമുക്കറിയാം ഓൾ നമ്പറുടെ പാർട്ട് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ ഇതാണ് ഓൾ നമ്പേഴ്സ്, റൈറ്റ് സൈഡിലേക്ക് പോകുന്നത് ഫ്രാക്ഷൻ ആണ് വരുന്നത്. ഫ്രാക്ഷൻ ആണ് ഡിനോട്ട് ചെയ്യാൻ പോയിന്റിന്റെ റൈറ്റ് സൈഡും അതുപോലെ തന്നെ പോയിന്റ് ലെഫ്റ്റ് സൈഡ് വരുന്നത് ഓൾ നമ്പേഴ്സും ആണ്. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഈ പോയിന്റ് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇത് വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്, അതായത് ഡെസിമൽ പോയിന്റിന്റെ ലെഫ്റ്റ് സൈഡിലെ ഫസ്റ്റ് ഡിജിറ്റ് വൺസിനെ സൂചിപ്പിക്കുന്നു. വൺസ്, സെക്കൻഡ് ഡിജിറ്റ് ടെൻസ്, തേർഡ് ഡിജിറ്റ് ഹൺഡ്രഡ്സ്, അങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഇവിടെ എത്ര വൺസ് ഉണ്ട്, എത്ര ടെൻസ് ഉണ്ട്, എത്ര ഹൺഡ്രഡ്സ് ഉണ്ട്? 7 വൺസ്, 4 ടെൻസ്, 2 ഹൺഡ്രഡ്സ് അല്ലെ. അപ്പൊ എത്ര ഹൺഡ്രഡ്സ് ആണ് ഇവിടെ വരുന്നത്? 2 ഹൺഡ്രഡ്സ്. അപ്പൊ നമുക്ക് 100ന്റെ എണ്ണം 2 എന്ന് എഴുതാം. നെക്സ്റ്റ് എത്ര ടെൻസ് വരുന്നുണ്ട്? 4 ടെൻസ് ആണ് വരുന്നത്. അപ്പൊ 10ല് ടെൻസ് എത്രയാണ്? 4 ആണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ 4 എഴുതാം. 4 എഴുതാം. ഓക്കെ. നെക്സ്റ്റ് എത്ര വൺസ് വരുന്നുണ്ട്? 7 1 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ 1ന്റെ പ്ലേസിൽ വൺസ് എത്രയാ വരുന്നത്? 7. ഓക്കെ. അപ്പോൾ നമ്മൾ ഇവിടെ 247 എന്നുള്ളതിന് 200, 4 10, 7 1 എന്നുള്ള രൂപത്തിൽ നമ്മൾ എഴുതി. അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് പോയിന്റിന്റെ റൈറ്റ് സൈഡിലേക്ക് വരുന്നതാണ്. പോയിന്റിന്റെ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഇത് ഫസ്റ്റ് ഡിജിറ്റ് സൂചിപ്പിക്കുന്ന 1/10 ആണ്. എത്ര 1/10 വരുന്നുണ്ട്? 3 1/10. സെക്കൻഡ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ 1/100നെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഫ്രാക്ഷനെയാണ് പോയിന്റിന്റെ റൈറ്റ് സൈഡിലേക്ക് ഡിനോട്ട് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. അപ്പോൾ പോയിന്റ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഡിജിറ്റ് 1/10നെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. സെക്കൻഡ് ഡിജിറ്റ് 1/100നെ ഡിനോട്ട് ചെയ്യുന്നു. തേർഡ് ഡിജിറ്റ് 1/1000നെ ഡിനോട്ട് ചെയ്യുന്നു. ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ പോയിന്റ് കഴിഞ്ഞിട്ട് ഇവിടെ ഫസ്റ്റ് ഡിജിറ്റ് 3 ആണ്. ദാറ്റ് ഈസ് 1/10 എത്ര എണ്ണം വരുന്നുണ്ട് ഇവിടെ? 3 1/10 ആണ്. സോ നമുക്കിവിടെ 1/10ന് താഴെ എത്ര എഴുതാം? 3 എന്ന് എഴുതി. ഓക്കെ. നെക്സ്റ്റ് 9 ആണ് വരുന്നത്. 9 അതായത് സെക്കൻഡ് ഡിജിറ്റ് ആണ്. 1/10 കഴിഞ്ഞാൽ പിന്നെ ഏതാ വരുന്നത്? 1/100 ആണ്. അതായത് 100th. എത്ര 100th ആണ് വരുന്നത്? 9. അപ്പോൾ ഇവിടെ 1/100ന് താഴെ 9 എന്ന് എഴുതാം. ഓക്കെ. ഇനി ഇവിടെ നമ്മുടെ ഡിജിറ്റ് ഉണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ ഈ 247.39 എന്നതിനെ പ്ലേസ് വാല്യൂ അനുസരിച്ച് നമുക്ക് ഇങ്ങനെ എഴുതാം. 102, 10, ടെൻസ് 4, വൺസ് 7. 1/10 എത്ര വരുന്നുണ്ട്? 3. 1/100 9 വരുന്നുണ്ട്. ഓക്കെ. യെസ്. അപ്പൊ നമുക്ക് മറ്റൊരു ഡെസിമൽ നമ്പർ ഇതുപോലെ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് പേജ് നമ്പർ 87 ഇതുപോലെ കുറച്ച് ഡെസിമൽ നമ്പേഴ്സ് തന്നിട്ടുണ്ട്. അതിനെ പ്ലേസ് വാല്യൂ അനുസരിച്ച് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ് വൺ 1.42, സെക്കൻഡ് വൺ 16.8,
Third one 126.360. Fourth one 1.064. Next 3.002. Last one 0.007. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഡെസിമൽ നമ്പേഴ്സിനെ എങ്ങനെയാണ് ഇതിന്റെ പ്ലേസ് വാല്യൂ അനുസരിച്ച് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് വൺ ഏതാണ്? 1.42 ആണ്. 1.42. നമ്മൾ നേരത്തെ പറഞ്ഞതനുസരിച്ച് പോയിന്റ് കഴിഞ്ഞിട്ട് പോയിന്റിന്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിലേക്ക്, അതായത് പോയിന്റ് മുമ്പുള്ളത് എന്താണ്? ഓൾ നമ്പേഴ്സിനെ ഡിനോട്ട് ചെയ്യുന്നു. പോയിന്റ് കഴിഞ്ഞിട്ടുള്ളത് ഫ്രാക്ഷനെയും ഡിനോട്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ 1 മാത്രമേ ഉള്ളൂ അല്ലെ? നമുക്കറിയാം ഫസ്റ്റ് ഡിജിറ്റ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? വൺസിന്റെ എണ്ണത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ? വൺസ് മാത്രമേ ഉള്ളൂ അല്ലെ? അപ്പൊ വൺസ് ഇവിടെ ഹൺഡ്രഡ്സ് വരുന്നുണ്ടോ? ഹൺഡ്രഡ്സിൽ ഇല്ല അല്ലെ? ടെൻസിലും ഇല്ല. ഇവിടെ വൺസ് എത്ര വൺസ് ആണ് വരുന്നത്? 1 വൺസേ വരുന്നുള്ളൂ അല്ലെ? പിന്നെ പോയിന്റ് കഴിഞ്ഞിട്ടുള്ളതിന് ഫസ്റ്റ് ഡിജിറ്റ് 1/10 ഡിനോട്ട് ചെയ്യുന്നു. സെക്കൻഡ് ഡിജിറ്റിന്റെ പ്ലേസ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരുന്നത്? 1/100, അതായത് 100th ആണ്. അപ്പൊ ഇവിടെ എത്ര 1/10 വരുന്നുണ്ട്? 4 ആണ് വരുന്നത്. സോ നമുക്ക് ഇവിടെ 4 എഴുതാം. എത്ര 1/100 വരുന്നുണ്ട്? 2 അല്ലെ? അപ്പോൾ നമുക്കിവിടെ 2 എഴുതാം. ദാറ്റ് ഈസ് 1.42ന്റെ ഡെസിമൽ അല്ലെങ്കിൽ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലേസ് വാല്യൂ അനുസരിച്ച് ഇങ്ങനെയാണ് വരിക. 1.42 എത്ര വൺസ് വരുന്നുണ്ട്? 1. എത്ര 1/10 വരുന്നുണ്ട്? 4. എത്ര 1/100 വരുന്നുണ്ട്? 2. 1/100. ഓക്കെ, യെസ്. അങ്ങനെയെങ്കിൽ സെക്കൻഡ് വൺ നോക്കാം. 16.8 ആണ്. 16.8 ഇതിനെങ്ങനെ എഴുതാൻ പറ്റുക? നമ്മുടെ ഡെസിമൽ നമ്പർ അല്ലെങ്കിൽ ഡെസിമൽ പോയിന്റ് ലെഫ്റ്റ് സൈഡിൽ എത്ര വൺസ് വരുന്നുണ്ട്? 6 വൺസ്. പിന്നെയോ 1 ടെൻസും. ഹൺഡ്രഡ്സ് ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് ഇവിടെ ഇങ്ങനെ വരയ്ക്കാം. ഹൺഡ്രഡ്സ് ഇല്ല. പിന്നെയോ എത്ര ടെൻസ് വരുന്നുണ്ട്? 110. ഇത് വൺസ് ടെൻസ് ഇങ്ങനെ വരുന്നത്. ഇത് വൺസ് ടെൻസ്. എത്ര ടെൻസാ വരുന്നത്? 1 വരുന്നുള്ളൂ. 1 എഴുതി. എത്ര വൺസ് വരുന്നുണ്ട്? 6. അപ്പൊ 6 എഴുതി. പിന്നെയോ പോയിന്റ് കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് ഡിജിറ്റ് എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു? പ്ലേസ് വാല്യൂ 10th ആണ് അല്ലെ? ദാറ്റ് ഈസ് 1/10. എത്ര 1/10 വരുന്നുണ്ട്? 8. സോ നമുക്കതിവിടെ 1/10 താഴെ 8 എന്ന് എഴുതി. ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ നോക്കാം. തേർഡ് വൺ എന്താണ്? 126.360. 126.360. ഓക്കെ, തേർഡ് നമ്പർ എന്ന് പറയുന്നത് ഇതാണ് 126.360. അപ്പൊ നമ്മൾ പോയിന്റിന്റെ ലെഫ്റ്റ് സൈഡിലേക്കാണ് ഓൾ നമ്പേഴ്സ് വരുന്നത്. ഫസ്റ്റ് വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ് അല്ലെ? എത്ര ഹൺഡ്രഡ്സ് വരുന്നുണ്ട്? 100 ആണ് വരുന്നത്. അപ്പൊ നമുക്ക് ഹൺഡ്രഡ്സിന്റെ പ്ലേസിൽ എന്ത് എഴുതാം? 1 എന്ന് എഴുതി. എത്ര ടെൻസ് വരുന്നുണ്ട്? 2 ടെൻസ് ആണ്. അപ്പൊ ടെൻസിന്റെ താഴെ നമ്മൾ 2 എന്ന് എഴുതി. എത്ര വൺസ് എത്ര വരുന്നുണ്ട്? 6 വൺസ് ആണ്. സോ നമുക്ക് വൺസിന്റെ താഴെ 6 എഴുതി. ഇനി ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിലേക്ക് ഫസ്റ്റ് 1/10, 1/100, 1/1000. ഓക്കെ, അപ്പൊ എത്ര 1/10 വരുന്നുണ്ട്? 3 ടൈംസ് ആണ്. അപ്പൊ നമ്മൾ 1/10 3 എഴുതി. നെക്സ്റ്റ് എത്ര 1/100 വരുന്നുണ്ട്? 6 ആണ്. സോ നമ്മളിവിടെ 6 എഴുതി. ഇനി എത്ര 1/1000 വരുന്നുണ്ട്? 0 ആണ്. 0 ആയതുകൊണ്ട് നമുക്കിവിടെ എഴുതണമെന്നില്ല, നമുക്കത് ഒഴിവാക്കാം. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ 126.360 എന്ന ഡെസിമൽ നമ്പറിന്റെ പ്ലേസ് വാല്യൂ അനുസരിച്ച് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ നോക്കാം നമുക്ക്. ഫോർത്ത് വൺ 1.064 ആണ്. 1.064. 1.064 ഇങ്ങനെ വരുന്നത് ഓൾ നമ്പർ 1 മാത്രമേ ഉള്ളൂ. അപ്പൊ വൺസിന്റെ പ്ലേസിൽ മാത്രമേ ഉള്ളൂ. ഹൺഡ്രഡ്സ് ഇല്ല, ടെൻസ് ഇല്ല. എത്ര വൺസ് വരുന്നുണ്ട്? 1 വരുന്നുള്ളൂ അല്ലെ? പിന്നെ പോയിന്റ് കഴിഞ്ഞ ശേഷം ആദ്യത്തേത് എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു? 1/10. 1/10 എത്ര ഇവിടെ വരുന്നത്? 0 1/10 ആണ്. സോ നമുക്കിവിടെ 0 എന്ന് എഴുതാം, അല്ലെങ്കിൽ ഒന്നും എഴുതണ്ടെന്ന് വയ്ക്കാം. ഇനി അത് കഴിഞ്ഞതിന് ശേഷം എത്ര 1/10 വരുന്നുണ്ട്? 6 1/10 ആണ്. സോ നമുക്ക് എത്ര 1/100 ആണ് വരുന്നത്? 6 1/100. സോ 1/100ന്റെ താഴെ നമുക്ക് 6 എന്ന് എഴുതി. നെക്സ്റ്റ് ഇവിടെ എന്ത് വരുന്നുണ്ട്? ഫസ്റ്റ് ഡിജിറ്റ് ഡിനോട്ട് ചെയ്യുന്നത് 1/10, സെക്കൻഡ് ഡിജിറ്റ് ഡിനോട്ട് ചെയ്യുന്നത് 1/100, തേർഡ് ഡിജിറ്റ് ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്? 1/1000 ആണ്. 1/1000 ഇവിടെ എത്ര എണ്ണം വരുന്നുണ്ട്? 4 1/1000 ഉണ്ട്. സോ നമുക്ക് 1/1000 താഴെ 4 എന്ന് എഴുതി. ഓക്കെ, അപ്പൊ കൂട്ടുകാരത് വരയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ ഈ ബോക്സ് കംപ്ലീറ്റ് ആക്കിയിട്ട് വരച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മനസ്സിലാവും. ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു വെക്കാം. ഓക്കെ, യെസ്.
അപ്പൊ നമ്മൾ 1.064 എന്നതിനെ എന്ന ഡെസിമൽ നമ്പറിനെയും പ്ലേസ് വാല്യൂ അനുസരിച്ച് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഇനി നെക്സ്റ്റ് വൺ നോക്കാം. ഫിഫ്ത് വൺ 3.002 എന്ന് പറയുന്ന നമ്പറാണ്. 3.002 ഇതിനെങ്ങനെ എഴുതാൻ പറ്റും? പോയിന്റിന്റെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന ഹോൾ നമ്പർ എത്രയാണ് വരുന്നത്? ഒരു ഹോൾ നമ്പർ മാത്രമേ ഉള്ളൂ അല്ലെ. ഏതാണ്? 3 എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡിജിറ്റ് എന്തിനെ ഡിനോട്ട് ചെയ്യുന്ന പ്ലേസ് വാല്യൂ എന്താണ് വരുന്നത്? ഇതിന്റെ 3യുടെ വൺസ് ആണ് വരുന്നത്, 1 ആണ് വരുന്നത് അല്ലെ. അപ്പൊ എത്ര വൺസ് വരുന്നുണ്ട്? 3 വൺസ്. അപ്പൊ നമുക്കിവിടെ ഹൺഡ്രഡ്സ് ഇല്ല, ടെൻസ് ഇല്ല. എത്ര വൺസ് വരുന്നുണ്ട്? 3 വൺസ്. പിന്നെ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ ശേഷം റൈറ്റ് സൈഡിലേക്ക് ഫസ്റ്റ് വൺ 1/10 എത്ര വരുന്നത്? 0 ആണ്. 0 എഴുതി. 1/10 എത്ര വരുന്നത്? 0 ആണ്. അതും എഴുതി. പിന്നെയോ 1/100 എത്ര 1/100 വരുന്നുണ്ട്? 2 ടൈംസ്. അപ്പൊ നമ്മൾ അതും എഴുതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 3.002 എന്ന് പറയുന്ന ഡെസിമൽ നമ്പറിന്റെ പ്ലേസ് വാല്യൂ അനുസരിച്ച് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഓക്കെ. അപ്പൊ എത്ര വൺസ് ഉണ്ട്, എത്ര ടെൻസ് ഉണ്ട്, എത്ര ഹൺഡ്രഡ്സ് ഉണ്ട് നമുക്ക് ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. ലാസ്റ്റ് വൺ ഒരു നമ്പർ ഇവിടെ ഉണ്ട്. ഏതാണ്? 0.007. ഏതാ വരുന്നത്? 0.007. ഇതിനെ നമ്മൾ പ്ലേസ് വാല്യൂ അനുസരിച്ച് സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. ഇവിടെ നമ്മുടെ പോയിന്റിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നമ്പർ ഉണ്ടോ? ഇല്ല, 0 മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ എന്തില്ല? നമ്മുടെ ഹൺഡ്രഡ്സ് ഇല്ല, ടെൻസ് ഇല്ല, വൺസും ഇല്ല, എല്ലാം 0 ആണ് അല്ലെ. പിന്നെ പോയിന്റ് കഴിഞ്ഞതിന് ശേഷം 1/10 എത്രയാണ് വരുന്നത്? 0 ആണ്. ഫസ്റ്റ് ഡിജിറ്റ് 1/10നെയാണ് ഡിനോട്ട് ചെയ്യുന്നത് പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത്. സെക്കൻഡ് ഡിജിറ്റിന്റെ പ്ലേസ് വാല്യൂ 1/100, അതും 0 ആണ്. അപ്പോൾ ഇവിടെ 1/10 0 വന്നു, 1/100 0 വന്നു. നെക്സ്റ്റ് ഏതാണ്? 7 ആണ് വരുന്നത്, അതായത് 1/1000. ഇത് 1/10, 1/100, 1/1000 അല്ലെ. 1/1000 എത്ര വരുന്നുണ്ട്? 7 1/1000 വരുന്നത്. സോ 0.007 എന്ന് പറയുന്ന നമ്പറിന്റെ പ്ലേസ് വാല്യൂ അനുസരിച്ച് നമുക്ക് എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റുക? ഇതെല്ലാം 0 ആണ്. ഹൺഡ്രഡ്സ് ഇല്ല, ടെൻസ് ഇല്ല, വൺസ് ഇല്ല, 1/10 ഇല്ല, 1/100 ഇല്ല. പിന്നെ എന്താ വരുന്നത്? 7 1/1000 മാത്രമേ ഉള്ളൂ, 7 ടൈംസ്. ഓക്കെ. അപ്പോൾ ഡെസിമൽ നമ്പേഴ്സിനെ എങ്ങനെയാണ് അതിന്റെ പ്ലേസ് വാല്യൂ അനുസരിച്ച് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇതുപോലെ കുറച്ച് നമ്പേഴ്സ് ഞാനിത് അവിടെ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്തതുപോലെ ഡെസിമൽ നമ്പേഴ്സിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി അക്കോർഡിംഗ് ടു ദർ പ്ലേസ് വാല്യൂ. അതുപോലെ നമ്മൾ ഈ നമ്പേഴ്സിനെ ഒന്ന് കൂട്ടുകാർ എഴുതി നോക്കാം. ഫസ്റ്റ് വൺ 135.62, സെക്കൻഡ് വൺ 102.117, തേർഡ് വൺ 100.008 and fourth one 18.0189. 4 നമ്പേഴ്സ് വന്നിട്ടുണ്ട്. ഇതിനെ പ്ലേസ് വാല്യൂ അനുസരിച്ച് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി നോക്കൂ. ഓക്കെ. അപ്പൊ ഇനി നമ്മൾ പോകുന്നത് നെക്സ്റ്റ് ടോപ്പിക്കിലേക്കാണ്, മെഷർമെന്റ് അഗെയിൻ. ഈ ചാപ്റ്ററിൽ തന്നെ അടുത്ത ടോപ്പിക് പറയുന്നത് മെഷർമെന്റ്സ് അഗെയിൻ എന്ന് പറയുന്ന ടോപ്പിക്. നമുക്കറിയാം 23 മീറ്റർ 40 സെന്റിമീറ്റർ എന്ന എന്തെങ്കിലും ഒരു വസ്തുവിന്റെ ലെങ്ത് ആണെന്ന് പറയും. അതിന്റെ ഡെസിമൽ ഫോം എങ്ങനെയാണ് എഴുതുക? അതായത് 23 മീറ്റർ 40 സെന്റിമീറ്റർ ഇതിന്റെ ഡെസിമൽ ഫോം എങ്ങനെയാണ് എഴുതുക? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു നമ്പർ തന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മെഷർമെന്റ് തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിനെ ഡെസിമൽ ഫോമിലേക്ക് എഴുതുക പഠിച്ചതാണ് അല്ലെ. ഇവിടെ 23 മീറ്ററും 40 സെന്റിമീറ്ററുമാണ്. അപ്പൊ നമ്മൾ ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? നമുക്ക് 23 മീറ്ററിലേക്കാണ് നമ്മൾ മാറ്റേണ്ടത്. 40 സെന്റിമീറ്റർ ആണ്. 40 സെന്റിമീറ്ററിന്റെ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീറ്ററിലേക്ക് മാറുമ്പോൾ എന്താണ് വരിക? 40/100 മീറ്റർ എന്നെഴുതാം അല്ലേ. അതായത് ഇതിന്റെ ഫ്രാക്ഷൻ ഫോം എന്ന് പറഞ്ഞാൽ 23 മീറ്റർ 40 സെന്റിമീറ്ററിന്റെ ഫ്രാക്ഷൻ ഫോം 23 and 40/100 മീറ്റർ. ഓക്കെ. യെസ്. അപ്പൊ 40/100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഡെസിമൽ ഫോം എന്താ വരുന്നത്? 40/100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? 0.40 ആണ് അല്ലെ. അതായത് 40/100 ആണ്. 40/100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ 100 ആണ്. 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം ന്യൂമറേറ്ററിൽ എന്ത് ചെയ്യണം? 2 ഡിജിറ്റ് ലെഫ്റ്റിലേക്ക് മാറിയിട്ട് പോയിന്റ് ഇട്ടാൽ മതി. അത് ഒരു ഡിജിറ്റ് മാറുമ്പോൾ ഇവിടെ വരും, രണ്ടാമത്തെ ഡിജിറ്റ് മാറുമ്പോൾ ഇവിടെ വരും. അതായത് 0.40 എന്നാണ് ഇതിന്റെ ആൻസർ വരിക. ദാറ്റ് ഈസ് 0.40. ഇവിടെ ഓൾ നമ്പർ ഇല്ലാത്തതിനെ കൊണ്ട് നമ്മൾ 0.40 എന്ന് എഴുതി. അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇതിനെ
2340/100 മീറ്റർ എന്നുള്ളതിനെ എങ്ങനെ എഴുതാൻ പറ്റും? 23.40/100 എന്ന് പറഞ്ഞാൽ 40 ആണ്. ദാറ്റ് ഈസ് 23.40 മീറ്റർ എന്ന് എഴുതാം. ഓക്കെ, യെസ്. ഇനി ഇതിന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ എങ്ങനെയാണ് വരുന്നത്? 23.40 മീറ്റർ എന്നുള്ളതിന് പ്ലേസ് വാല്യൂ അനുസരിച്ച് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ എന്ത് വരും? 2 ഇൻറ്റു ഇവിടെ വൺസ് ടെൻസ് ആണ് വരുന്നത്. ദാറ്റ് ഈസ് 2 ഇൻറ്റു 10 പ്ലസ് എത്ര വൺസ് ആണ് വരുന്നത്? 3 ഇൻറ്റു 1 പ്ലസ് ഇനി വരുന്നത് ഡെസിമലിന്റെ റൈറ്റ് സൈഡിലേക്കാണ്, അതായത് ഫ്രാക്ഷൻ ഫോം ആണ്. ദാറ്റ് ഈസ് എങ്ങനെ വരും? 4 ഇൻറ്റു ഇവിടെ 4 ടൈംസ് ആണ് വരുന്നത്. 4 ഇൻറ്റു 1/10 പ്ലസ് 0 ഇൻറ്റു 1/100 ആണ് വരിക. ഓക്കെ, ദാറ്റ് ഈസ് 23.40 ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? 2 ഇൻറ്റു 10 പ്ലസ് 3 ഇൻറ്റു 1 പ്ലസ് 4 ഇൻറ്റു 1/10 പ്ലസ് 0 ഇൻറ്റു 1/100 എന്നാണ് തന്നിരിക്കുന്നത്. 0 ഇൻറ്റു 1/100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യാം? 0 ആയതുകൊണ്ട് നമുക്ക് ഈ ടൈം കൊടുത്ത് ഒഴിവാക്കാം അല്ലെ? യെസ്, ദാറ്റ് ഈസ് ഇതിന്റെ പ്ലേസ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരുന്നത്. 2 ഇൻറ്റു 10 പ്ലസ് 3 ഇൻറ്റു 1 പ്ലസ് 4 ഇൻറ്റു 1/10 ആണ് വരുന്നത്. 4 ഇൻറ്റു 1/10. അപ്പോൾ ഇനി നമ്മൾ ശ്രദ്ധിക്കാം, 23.40 എന്നാണ് നമുക്ക് എന്ത് കിട്ടിയത്? 23 മീറ്റർ 40 സെന്റിമീറ്ററിന്റെ കിട്ടിയത്. അപ്പൊ നമുക്ക് 40/100 എന്നുള്ളതിനെ എങ്ങനെ എഴുതാൻ പറ്റും? 0.40 എന്ന് എഴുതി നമ്മൾ. ഇനി 40/100 നമുക്ക് മറ്റൊരു രൂപത്തിലൂടെ എഴുതാം. 40/100 ഇറ്റ് ഈസ് ആൾസോ ഈക്വൽ ടു 4/10 ആണ് അല്ലെ? 40/100 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? 4/10 ആണ്. ആണോ? അതെ. എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക? 4 ഇൻറ്റു 10 ആണ് 40 എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇവിടെ 40/100 ആയതുകൊണ്ട് ഇതിലുള്ള ഈ 0യും 0യോടെ ക്യാൻസൽ ചെയ്യാം. ബാക്കി ഇവിടെ എന്താ വരുന്നത്? 4 ആ വരുന്നത്. 4/10. ഇനി അല്ലെങ്കിൽ കുറച്ചുകൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സിമ്പിൾ ആയിട്ട് ഈ 40 നമുക്ക് എങ്ങനെ എഴുതാം? 4 ഇൻറ്റു 10 എന്ന് എഴുതാം. ബൈ 100 നമുക്ക് എങ്ങനെ എഴുതാം? 10 ഇൻറ്റു 10 എന്ന് എഴുതാം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ എങ്ങനെ വരും? 4/10 ഇൻറ്റു 10/10 എന്ന് എഴുതാം. ഞാൻ ഇതിനെ മാറ്റി സെപ്പറേറ്റ് ആയിട്ട് എഴുതിയതേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്തില്ല. 4 ഇൻറ്റു 10/10 ഇൻറ്റു 10നെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ദാറ്റ് ഈസ് 4/10 ഇൻറ്റു 10/10 എന്ന് എഴുതി. ഈസ് ഈക്വൽ ടു എന്താ വരിക? 10/10 എന്ന് പറഞ്ഞാൽ ഒരു നമ്പറിനെ സെയിം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ എപ്പോഴും എന്താണ്? 1 ആണ്. ദാറ്റ് ഈസ് ഇത് 1 ആയിട്ട് പോകും. അപ്പൊ ഇതിന് ആൻസർ എന്താ വരുന്നത്? 4/10 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 4/10. അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 40/100 ഇറ്റ് ഈസ് ആൾസോ ഈക്വൽ ടു എന്താണ്? 4/10 ആണ്. 40/100 എന്ന് പറഞ്ഞാൽ എന്തിനോട് ഈക്വൽ ആണ്? 4/10നോട് ഈക്വൽ ആണ്. സോ അതുകൊണ്ടാണ് നമുക്ക് എന്ത് കിട്ടിയത്? ഇവിടെ ഫ്രാക്ഷന്റെ ഫോർമുല, അതായത് 1/10 എന്ന് പറയുന്നത് എത്ര ടൈംസ് വരുന്നത്? 4 ടൈംസ് എന്ന് കിട്ടി. ഇവിടെ 1/100 100th ടൈം ഉണ്ടോ? ഇല്ല. പക്ഷെ നമ്മൾ ഇവിടെ എഴുതിയ സമയത്ത് 4 കഴിഞ്ഞ ശേഷം 0 ആണ് വരുന്നത്. അതുകൊണ്ടാണ് ഈ 100th ടൈം കൊടുത്ത് പോയത്. വാട്ട് ഇറ്റ് 23.40 മീറ്റർ എന്നായിരുന്നു നമ്മുടെ ഡെസിമൽ ഫോം. പക്ഷെ ഇവിടെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയപ്പോൾ ഇവിടെ 100th ടൈം ഇല്ല. ഉണ്ടോ? ഇല്ല. അതെന്താണ്? ഇവിടെ പോയിന്റ് കഴിഞ്ഞ ശേഷം ഫസ്റ്റ് ഡിജിറ്റ് വരുന്നത് 4 ആണ്. അപ്പൊ 4 ഇൻറ്റു 1/10. സെക്കൻഡ് ഡിജിറ്റ് അതായത് 100th പ്ലേസിൽ വരുന്ന ഏതാണ്? 0 ആണ് വരുന്നത്. സോ ആ ടൈം നമുക്ക് ഒഴിവായി. അങ്ങനെയെങ്കിൽ 23 മീറ്റർ 4 സെന്റിമീറ്റർ എന്നതിന്റെ ഡെസിമൽ ഫോം എന്താണ്? നേരത്തെ നമ്മൾ എഴുതിയത് 23 മീറ്റർ 40 സെന്റിമീറ്റർ ആയിരുന്നു അല്ലെ? അങ്ങനെയെങ്കിൽ ഇവിടെ 23 മീറ്റർ 4 സെന്റിമീറ്റർ എന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ആദ്യം നമ്മൾ ഇതിനെ ഫ്രാക്ഷൻ ഫോമിലേക്ക് എഴുതുവാണ്. ദാറ്റ് ഈസ് 23 മീറ്റർ എന്നുള്ളത് 23 എഴുതി. പിന്നെ 4 സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ബൈ 100 ആണ്. ദാറ്റ് ഈസ് 4/100 മീറ്റർ എന്ന് എഴുതി. അതായത് 23 മീറ്റർ 4 സെന്റിമീറ്റർ എന്നുള്ളതിനെ നമ്മൾ 23 ആൻഡ് 4/100 മീറ്റർ എന്നുള്ളത് ഫ്രാക്ഷൻ ഫോമിലേക്ക് എഴുതി. ഇനി നമ്മൾ ഇതിന്റെ ഡെസിമൽ ഫോമിലേക്ക് എഴുതുന്ന സമയത്ത് എങ്ങനെ വരും? 23 ഇവിടെ ഓൾ നമ്പർ എഴുതി. ഇവിടെ 4/100 ഫ്രാക്ഷൻ അല്ലെങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റും? നമ്മൾ ഡെസിമൽ ഫോമിലേക്ക് 4/100 സിക്കൽ ടു ഇവിടെ ഡിനോമിനേറ്ററിൽ 2 0 വരുന്നുണ്ട് അല്ലെ? അപ്പൊ ന്യൂമറേറ്ററിൽ 2 ഡിജിറ്റ് ലെഫ്റ്റിലേക്ക് മാറിയിട്ടാണ് നമ്മൾ പോയിന്റ് ഇടേണ്ടത്. സോ ഇവിടെ നമുക്ക് ഒരു ഡിജിറ്റ് മാത്രമേ ഉള്ളൂ മാറാൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരു 0 ഇതിന്റെ മുന്നിൽ ഇട്ട് കൊടുക്കാം. ദാറ്റ് ഈസ് 0.04 ആണ് 4/100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 4/100 സിക്കൽ ടു
0.04, ദാറ്റ് ഈസ് 23.4/100 നമുക്ക് 23.04 മീറ്റർ എന്ന് പറയും. ഓക്കെ, യെസ്. ഇനി നമ്മൾ ഇതിനെ ഒന്ന് പ്ലേസ് വാല്യൂ അനുസരിച്ച് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി നോക്കാം. 23.04 എങ്ങനെ വരും? 23.04 ഇവിടെ എത്ര ടെൻസ് ആ വരുന്നത്? 2 ടെൻസ്, ദാറ്റ് ഈസ് 2 into 10 പ്ലസ് എത്ര വൺസ് വരുന്നത്? 3 വൺസ്, 3 into 1 പ്ലസ് നെക്സ്റ്റ് എന്താ വരുന്നത്? 1/10 എന്താ വരുന്നത്? 0 1/10, ദാറ്റ് ഈസ് 0 into 1/10 പ്ലസ് 4 into 1/100. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് വന്നു? 2 into 10 പ്ലസ് 3 into 1 പ്ലസ് 0 into 1/10 പ്ലസ് 4 into 1/100. ഈ ടേം നമുക്ക് ഇതിൽ നിന്ന് ഒഴിവാക്കാം. കാരണം എന്താണ്? ഇതെല്ലാം 0 into 1/10. 0 into 1/10 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? 0 തന്നെയാണ്. ദാറ്റ് ഈസ് ഇക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും ഇതിനെ? 2 into 10 പ്ലസ് 3 into 1 പ്ലസ് 4 into ഈ ടൈം ഇവിടുന്ന് പോയി, ടൈം കംപ്ലീറ്റ് പോയി. 1/10 എന്ന് പറയുന്ന പ്ലേസിൽ വാല്യൂസ് ഇല്ല. ദാറ്റ് ഈസ് 4 into 1/100 ആണ് നെക്സ്റ്റ് വരുന്നത്. 4 into 1/100. ഓക്കെ, അപ്പൊ ഈ നമ്പറിന് 23 മീറ്റർ 4 സെന്റിമീറ്റർ എന്നുള്ളതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ അവിടെ എന്താ വരുന്നത്? 2 10 വരുന്നുണ്ട്, 3 1 വരുന്നുണ്ട്, പ്ലസ് 4 1/100 ആണ്. ഓക്കെ, യെസ്. അതായത് ഇവിടെ എന്ത് വരുന്നില്ല? 23.04 മീറ്റർ ആയിരുന്നു. അപ്പൊ ഇവിടെ 10th പ്ലേസിൽ എന്താണ്? 0 ആണ് വരുന്നത്. അങ്ങനെയെങ്കിൽ ഈ പ്ലേസിൽ എന്ത് വരില്ല? ആ ടേം, ആ പ്ലേസ് വാല്യൂല് നമ്മളെ നമ്പർ ഉണ്ടാവില്ല. അതായത് ഇവിടെ എന്താ വരുന്നത്? 1/10 പ്ലേസിൽ ഏതാ വരുന്നത്? 0 ആണ് വരുന്നത്. അപ്പൊ ഫ്രാക്ഷൻ ആയിട്ട് എഴുതുന്ന സമയത്ത് നമ്മൾ എന്തില്ല? ഈ 1/10 ഇവിടെ 0 ആയിട്ട് വരും. അപ്പൊ 4ന് മാത്രമേ നമ്മൾ 1/100 ആയിട്ടുള്ള 4ന് മാത്രമേ ടൈം വരൂ. ഗോട്ട് ഇറ്റ്? അതായത് ഇപ്പം മറ്റൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ 23.05 എന്ന് എഴുതി കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരില്ല? ആദ്യത്തെ ടൈം എന്ന് പോയിന്റ് കഴിഞ്ഞിട്ട് 1/10 എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ 0 ആണ് വരുന്നത്. അപ്പൊ 1/10 ടൈം ഇവിടെ വരില്ല. ദാറ്റ് ഈസ് ഇവിടെ എങ്ങനെ വരും? ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ 2 into 10 പ്ലസ് 3 into 1 പ്ലസ് പിന്നെ 1/10 ടൈം 0 ആയതുകൊണ്ട് നമുക്ക് ആ ടൈം ഇല്ല. പിന്നെ എന്താ വരിക? സെക്കൻഡ് ടൈം ആയിട്ടുള്ള 5 ആണ്. ദാറ്റ് ഈസ് 5 into 1/100 ആണ് വരുന്നത്. ഗോട്ട് ഇറ്റ്? അനദർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ 142.005 ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്ന സമയത്ത് എത്ര 100 വരുന്നുണ്ട്? 1 into 100 100, 4 into 10 2 into 1 പ്ലസ് പിന്നെ പോയിന്റ് കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് ഏതിനെ ഡിനോട്ട് ചെയ്യുന്നത്? 1/10 ആണ്. 1/10 ഇവിടെ ഉണ്ടോ? ഇല്ല, 0 ആണ്. അപ്പൊ അതുകൊണ്ട് ഈ ടൈം വരില്ല. നെക്സ്റ്റ് എന്താണ്? 1/100 ടൈം ആണ്. 1/100 എന്താ വരുന്നത്? 0 ആണ്, അതും വരില്ല. സോ ഇവിടെ 5 വരുന്ന സമയത്ത് എന്താണ് വരുന്നത്? 5 into 1/1000 വരും. ഓക്കെ, അപ്പൊ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്ന സമയത്ത് 142.005 എന്ന് പറയുന്ന നമ്പറിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ എന്ത് മാത്രമേ വരുള്ളൂ? 1 into 100 പ്ലസ് 4 into 10 പ്ലസ് 2 into 1 പ്ലസ് പിന്നെ ഈ രണ്ട് ടൈം ഉണ്ടാവില്ല. 5 into 1/1000 ആണ് വരുന്നത്. Got it? Another example പറയുവാണെങ്കിൽ ഇപ്പോൾ 107.00009 എന്ന നമ്പറിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ 100 ഉണ്ട്. പിന്നെ എത്ര 10 ആണ് വരുന്നത്? 0 10 ആണ്. എത്ര വൺസ് വരുന്നുണ്ട്? 7. പിന്നെ പോയിന്റ് കഴിഞ്ഞിട്ട് ആദ്യത്തെ ഡിനോട്ട് ചെയ്യുന്നത് 1/10നെയാണ്. 1/10 ഇവിടെ ഉണ്ടോ? ഇല്ല, 0 ആണ് വരുന്നത്. സെക്കൻഡ് വരുന്നത് 1/100 ആണ്, അതും ഇല്ല. തേർഡ് വരുന്നത് 1/1000 ഇല്ല, 1/10,000 ഇല്ല, 1/1,00,000 ആണ് പിന്നെ വരുന്നത്. ഓക്കെ, അപ്പൊ ഈ ടേമുകളെല്ലാം എന്തായിട്ട് വരും? പ്ലേസ് വാല്യൂ ഇവിടെ 0 ആയതുകൊണ്ട് ഈ പ്ലേസ് വാല്യൂ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്ന സമയത്ത് ഈ ടേംസ് ഒന്നും നമ്മൾ എഴുതേണ്ടതില്ല. ലാസ്റ്റ് ടേം മാത്രമേ വരുള്ളൂ. ഗോട്ട് ഇറ്റ്? അങ്ങനെയെങ്കിൽ നമുക്ക് 23 മീറ്റർ 4 മില്ലിമീറ്റർ എന്നുള്ളതിനെ എങ്ങനെയാണ് ഡെസിമൽ ഫോമിലേക്ക് എഴുതാം? 23 മീറ്റർ 4 മില്ലിമീറ്റർ എന്നാണ് അതിന്റെ ഫ്രാക്ഷൻ എഴുതുന്ന സമയത്ത് 23 മീറ്റർ 4 മില്ലിമീറ്റർ. മില്ലിമീറ്ററിനെ നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? 4/1000 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്, അല്ലെ? 1 മില്ലിമീറ്റർ ഇസ് ഈക്വൽ ടു 1/1000 മീറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗോട്ട് ഇറ്റ്? യെസ്. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ ഡെസിമൽ ഫോം എഴുതാം? 23.4/1000 എന്ന് പറഞ്ഞാൽ 004 മീറ്റർ എന്നാ വരിക. 004
0.004 meter. Okay, that is 23.004 meter എന്നാണ്. ഇതിനെ നമ്മൾ പ്ലേസ് വാല്യൂ അനുസരിച്ച് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ എങ്ങനെ വരും? 2 into 10 plus 3 into 1 plus പിന്നെ പോയിന്റ് കഴിഞ്ഞ ശേഷം ആദ്യത്തെ ടൈം എന്താണ്? 0 into 1/10 ആണ് അല്ലെ. ഇവിടെ 10 1/10ന്റെ പോർഷൻ പാർട്ടിൽ വരുന്നത് 0 ആണ്. ദാറ്റ് ഈസ് 0 into 1/10. നെക്സ്റ്റ് 0 into 1/100. 1/100ത്തിന്റെ ടൈമും 0 ആണ്. പ്ലസ് പിന്നെ എന്താ വരുന്നത്? 4 into 1/1000. ഓക്കെ, ദാറ്റ് ഈസ് ഈ രണ്ട് ടൈമും ഇതും നമുക്ക് ഒഴിവാക്കാം, ഇതും ഒഴിവാക്കാം. കാരണം എന്താണ്? 0 കൊണ്ടാണ് ഇവിടെ രണ്ട് ടൈമിനെയും മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ ടൈം എന്തായിട്ട് മാറും? ടോട്ടലി 0 ആയിട്ട് മാറും. ദാറ്റ് ഈസ് നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 2 into 10 പ്ലസ് 3 into 1 പ്ലസ് ഈ രണ്ട് ടൈമും ക്യാൻസൽ ഒഴിവാക്കി നമ്മൾ ബാക്കി എന്താ വരുന്നത്? 4 into 1/1000 എന്നാണ് വരിക. Got it? അതായത് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 23.004 മീറ്റർ എന്നാണ്. അതായത് ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ ശേഷം ഫസ്റ്റ് ടൈം 0 ആണ്, ഫസ്റ്റ് ഡിജിറ്റ് 0 ആണ്. ദാറ്റ് ഈസ് 1/10ന്റെ ടൈം 0 ആയി പോകും. സെക്കൻഡ് ഡിജിറ്റ് 0 ആണ്. അതായത് സെക്കൻഡ് ടൈം ആയിട്ടുള്ള 100th, അതായത് 1/10 0 ആയിട്ട് പോകും. പിന്നെ ഇവിടെ എന്താ വരുന്നത്? 4 ആണ് വരുന്നത്. ദാറ്റ് ഈസ് 1/1000th ടൈം മാത്രമേ വരുള്ളൂ. ദാറ്റ് ഈസ് 1000th ടൈം 4 into 1/1000 മാത്രമേ ഉണ്ടാവുള്ളൂ. Got it? ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇന്ന് നമ്മൾ പ്ലേസ് വാല്യൂ അനുസരിച്ച് ഡെസിമൽ നമ്പേഴ്സിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാനും അതിന്റെ ചില വെറൈറ്റീസ് കൂടെയാണ് നമ്മളിന്ന് പഠിച്ചത്. ക്ലാസ് കൂട്ടുകാർക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.